എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് പവർ സ്ട്രോക്കിനിടെ വലിയ അളവിൽ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ അധിക ചൂട് നിയന്ത്രിക്കാനാണ് കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ സിസ്റ്റത്തിലെ പ്രധാന ഘടകമാണ് റേഡിയേറ്റർ. റേഡിയേറ്ററിന് പ്രധാനമായും 2 ടാങ്കുകളാണുള്ളത്. താഴത്തെ ടാങ്കിൽ തണുത്ത കൂളന്റും ദ്രാവകം, മുകളിലത്തെ ടാങ്കിൽ എഞ്ചിനിൽ നിന്നുള്ള ചൂട് വലിച്ചെടുത്തതിന് ശേഷമുള്ള ചൂടുള്ള കൂളന്റുമാണ് ഉണ്ടാവുക. കൂളന്റ് എഞ്ചിനിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് എഞ്ചിന്റെ ചൂട് ആഗിരണം ചെയ്യുകയും മുകളിലെ ടാങ്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ഈ ചൂടുള്ള ദ്രാവകം റേഡിയേറ്ററിന്റെ കോറിലൂടെ താഴത്തെ ടാങ്കിലേക്ക് ഒഴുകുന്നു. ഈ സമയത്ത് റേഡിയേറ്റർ ഫാനിന്റെ സഹായത്തോടെ കൂളന്റിലെ ചൂട് പുറത്തെ വായുവിലേക്ക് തള്ളപ്പെടുന്നു. എന്നാൽ ഈ കൂളന്റ് എങ്ങനെയാണ് സിസ്റ്റത്തിലൂടെ തുടർച്ചയായി ഒഴുകുന്നത്? അതിനാണ് വാട്ടർ പമ്പ്. എഞ്ചിനുമായി ബന്ധിപ്പിച്ച ഒരു ബെൽറ്റ് വഴിയാണ് വാട്ടർ പമ്പ് പ്രവർത്തിക്കുന്നത്. എഞ്ചിൻ സ്റ്റാർട്ടാവുന്നതിനൊപ്പം പമ്പും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇത് കൂളന്റിനെ സിസ്റ്റത്തിലൂടെ കൃത്യമായി പമ്പ് ചെയ്യുന്നു. വാട്ടർ പമ്പിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അത് എഞ്ചിൻ അമിതമായി ചൂടാകാൻ